ദോഹ ആക്രമണത്തിൽ ഖത്തറിനോട് മാപ്പ് പറഞ്ഞ ഇസ്രയേൽ ഖത്തർ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ചാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖേദമറിയിച്ചത്. ഖത്തറിന്റെ പരമാധികാരം ലംഘിച്ചതിൽ മാപ്പ് ചോദിക്കുന്നുവെന്ന് നെതന്യാഹു പറഞ്ഞു. സുരേഷ് വെള്ളിമറ്റും കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. സുരേഷ്, ഈ ദോഹ ആക്രമണം എന്നും പറയുന്നത് അറബ് രാജ്യങ്ങളെ മുഴുവൻ പ്രകോപിപ്പിച്ച ഒരു ആക്രമണമായിരുന്നു. ഇപ്പോൾ ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഒരു മാപ്പ് അപേക്ഷ ഉണ്ടായിരിക്കുന്നു. എന്താണ് ഇപ്പോൾ ഒരു മാപ്പ് പറച്ചിലിന് കാരണമായത്? മറ്റു വിശദാംശങ്ങൾ. ഇക്കാര്യത്തിൽ സന്ധ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ശക്തമായിട്ടുള്ള എതിർപ്പ് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിനെതിരെ ഉണ്ടായിരുന്നു. മാത്രമല്ല അടുത്ത ഘട്ട നടപടികൾ ആലോചിക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങളിലെ ആഭ്യന്തര വകുപ്പും സുരക്ഷാ സംവിധാനങ്ങളിലുള്ള യോഗങ്ങളും ഒക്കെ നടക്കാൻ പോകുകയായിരുന്നു. ഇതിനിടയിലാണ് അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്ന് ഇത്തരത്തിലുള്ള ഒരു ഫോൺ കോൾ ഉണ്ടായത്, ഫോൺ സംഭാഷണം ഉണ്ടായത്. വൈറ്റ് ഹൌസിന്റെ ഇടപെടലിനെ തുടർന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഫോണിൽ വിളിച്ച് ഖേദം പ്രകടിപ്പിച്ചു എന്നാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരമൊരു നടപടി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അറബ് മേഖലയിലും മിഡിൽ ഈസ്റ്റിലുമൊക്കെ വലിയ ആശ്വാസമായിരിക്കും. കാരണം ഇസ്രായേലിനെതിരെ ശക്തമായിട്ടുള്ള ഒരു മുന്നൊരുക്കം അറബ് രാജ്യങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് വളരെ അടുപ്പം പുലർത്തുന്ന രാജ്യമാണ് ഖത്തർ. ഖത്തർ സന്ദർശന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റിന് വിമാനമടക്കമുള്ള സംഭാവനകളൊക്കെ ഖത്തർ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആക്രമണം നടന്ന സമയത്ത് അമേരിക്ക അറിയാത്ത ആക്രമണമാണ് എന്നുവരെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒറ്റയ്ക്കുള്ള ഒരു നടപടി എന്നുള്ള രീതിയിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോയത്. ഏതായാലും ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെയുണ്ടായ ആക്രമണം, അതോടൊപ്പം തന്നെ ഖത്തറിന്റെ സുരക്ഷാ സൈനികൻ കൊല്ലപ്പെട്ട സംഭവം ഇതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് അറിയിക്കുന്നത്. സുരേഷ്, ഇപ്പോൾ ഈ വൈകി വന്ന ഒരു ക്ഷമാപണം, ഇതിൽ അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദം ഇതിനൊരു കാരണമായി എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട്, ഇത് രണ്ടും കാരണമായിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദം തന്നെയാണ്. കാരണം കഴിഞ്ഞയിടയ്ക്ക് ദോഹയിൽ തന്നെയാണ് 2 ദിവസത്തെ ഗൾഫ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടി നടന്നത്. അന്ന് അതിൽ പങ്കെടുത്ത എല്ലാ രാജ്യങ്ങളും അതിശക്തമായിട്ടുള്ള രീതിയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിമർശിച്ചിരുന്നു. മാത്രമല്ല കഴിഞ്ഞയിടയ്ക്ക് നടന്ന UN സമ്മേളനത്തിലും ശക്തമായിട്ടുള്ള വിമർശനം ബെഞ്ചമിൻ നെതന്യാഹു ഖത്തർ ആക്രമണത്തിന്റെ പേരിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു. അപ്പോൾ താൻ കൂടുതലായിട്ട് ഒറ്റപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിമർശനങ്ങളൊക്കെ തന്നെ ഈ ഒരു വീട്ടുവിചാരത്തിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹുവിനെ നയിച്ചിട്ടുണ്ടാകും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അങ്ങനെ ഒരു വീട്ടുവിചാരമോ വിട്ടുവീഴ്ചയോ വരുത്തുന്ന ഒരു നേതാവല്ല അല്ലെങ്കിൽ ഭരണകർത്താവല്ല ബെഞ്ചമിൻ നെതന്യാഹു. തന്റെ കടുംപിടുത്തത്തിൽ ഉറച്ചു നിൽക്കുന്ന ഭരണാധികാരിയാണ്. ബെഞ്ചമിൻ